ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് ജീവനൊടുക്കി. ബംഗളൂരുവിൽ ഇൻകം ടാക്സ് റെയ്ഡിനിടെ സ്വയം വെടിയുതിർക്കുകയായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം മിനിമോൾ പുതിയ വൈസ് പ്രസിഡന്റ്. BJP കോൺഗ്രസ് സഖ്യം വൈസ് പ്രസിഡന്റ് സ്ഥാനം വീണ്ടും നേടിയത് ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കുറ്റൂർ നെയ്തലക്കാവ് സ്വദേശി അരുൺ വധക്കേസ്. പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത് ഏപ്രിൽ 30 വരെ നീട്ടി RBI ഉത്തരവിറക്കി. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത്. മുള്ളൂർക്കര മണ്ഡലം കുന്നിൽ കൂട്ട ആത്മഹത്യാ ശ്രമം. വിഷം കഴിച്ച വയോധികരായ 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു. പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണെന്ന് മന്ത്രി MB രാജേഷ്. വസ്തുതകൾ കാണണമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് ജീവനൊടുക്കി. 56 വയസ്സായിരുന്നു. ഇൻകം ടാക്സ് റെയ്ഡിനിടെ ബംഗളൂരു അശോക് നഗറിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ സ്വയം വെടിയുതിർക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് പരിശോധന നടത്തിവരികയായിരുന്നു. ആദായവകുപ്പ് ഉദ്യോഗസ്ഥർ ചില രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും രേഖകൾ ഹാജരാക്കിയില്ല. തുടർന്നാണ് സ്വയം നിറയൊഴിച്ചത്. ഉദ്യോഗസ്ഥരാണ് റോയിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിലെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു CJ റോയ്. അറബ് ലോകത്തെ ഇന്ത്യൻ ബിസിനസ്സുകാരുടെ ഫോബസ് പട്ടികയിൽ 14-ാം സ്ഥാനത്തായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ്. കാസിനോവ, മരയ്ക്കാർ, ഐഡന്റിറ്റി, റിലീസാകാനിരിക്കുന്ന അനോമി എന്നീ ചിത്രങ്ങളുടെ സഹനിർമ്മാതാവ് കൂടിയാണ്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പരിക്കേറ്റ 2 പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെയും PSCയെ നോക്കുകുത്തിയാക്കുകയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം അട്ടിമറിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിനെതിരെയുമാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. പ്രവർത്തകരും നേതാക്കളും ബാരിക്കേഡ് മറിച്ചിടാൻ നടത്തിയ ശ്രമം ശക്തമായപ്പോഴാണ് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത കൊള്ളയ്ക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നതെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും OJ ജനീഷ് പറഞ്ഞു. SIT അന്വേഷണം ശരിക്കു നടന്നാൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ജയിലിലാകുമെന്നും ജനീഷ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തകർ പ്രകോപിതരായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സമരക്കാരിൽ നേതാക്കൾ ഉൾപ്പെടെ ചിലരെ സമീപത്തുള്ള ടൗൺ വെസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പ്രവർത്തകർ അവിടേക്ക് തള്ളിക്കയറി പോലീസുമായി പിടിവലിയായി.
ഇതിനിടെ പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് ബെന്നി ബെഹനാൻ MP, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA PA മാധവൻ, മുൻ DCC പ്രസിഡന്റുമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പോലീസുമായി സംസാരിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കുകയായിരുന്നു. TCV തൃശൂർ. യൂത്ത് കോൺഗ്രസ് തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ. സമരം അടിച്ചമർത്താമെന്ന് പിണറായി വിജയൻ വ്യാമോഹിക്കേണ്ടെന്നും സമരവുമായി ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ. ഇന്ന് ബേസിക്കായിട്ട് ക്വസ്റ്റൻ അമ്പലക്കൊള്ള നടത്തുന്നവർക്കെതിരെ അറസ്റ്റ് ചെയ്യുമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആളുകളെ തല്ലിച്ചതയ്ക്കുക എന്നതാണ് ഈ ഗവൺമെന്റ് നയമാണ്. പിണറായി വിജയൻ നയമാണ്. പിണറായി വിജയന്റെ ഈ നയം ഈ സമരത്തെ അടിച്ചമർത്താമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് പിണറായി വിജയൻ ജയിക്കില്ല. കൊണ്ടുവരാൻ ശ്രമിച്ചതുകൊണ്ടാണ് സ്വാഭാവിക പ്രതിഷേധമുണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സഹപ്രവർത്തകരുടെ ഈ ബലംപിടുത്തങ്ങളിൽ വീഴുകയും അവരുടെ കാര്യം പോലീസ് ഓടിയതിന്റെ ഭാഗമായി അവർക്ക് പരിക്കേറ്റ് പാസില്ല. കൗൺസിലർ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഇവിടെ മൃഗീയമായ രീതിയിൽ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രതികരണം സ്റ്റേഷനകത്തും നടത്തേണ്ടതായി വന്നു. ലിയാസ് ബാബു എന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകനെ വളരെ മൃഗീയമായ രീതിയിൽ പിടിച്ചു വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോഴാണ് സംസ്ഥാന പ്രസിഡന്റ് ഞാൻ അതിലെ വിഷയത്തിൽ ഇടപെടുന്നത്. പുറത്ത് നിന്നിരുന്ന പ്രമോദ് സംസ്ഥാന യൂത്ത് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അയാൾ സ്റ്റേഷനകത്തേക്ക് പിടിച്ചു വലിച്ച് കയറ്റുന്നതിനിടയിൽ അയാളെ ചവിട്ടുകയും നാട്ടുകൊണ്ട് കുത്തുകയും ചെയ്യുന്ന ഭാഗമായി പരിക്കായിരിക്കുന്ന അയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന് ആരോപണം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം മിനിമോളെ പുതിയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. BJP കോൺഗ്രസ് വിമത സഖ്യത്തിൽ നിന്ന് മത്സരിച്ച മിനിമോൾക്കും LDFിലെ ബിന്ദു മനോജ് കുമാറിനും 11 വോട്ടുകൾ വീതം ലഭിച്ചു. നറുക്കെടുപ്പിലൂടെയാണ് മിനിമോൾ വൈസ് പ്രസിഡന്റായത്. കോൺഗ്രസ് വിമത സഖ്യത്തിലെ അക്ഷയ് സന്തോഷ്, ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ മറ്റത്തൂരിൽ കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം വീണ്ടും ഉയർന്നുവന്നു. BJP പിന്തുണയോടെയാണ് ഇവിടെ പ്രസിഡന്റും അധികാരത്തിൽ എത്തിയത്. എതിർ സ്ഥാനാർത്ഥിക്കും എനിക്കും 11 വോട്ട കിട്ടിയത്. ദൈവത്തിന്റെ ഒരു ഒപ്പുകൊണ്ടാണ് ഞാനിപ്പോൾ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ പാർട്ടിയിലാണ്. ഞാൻ പാർട്ടിക്ക് അനുസൃതമായിട്ട് ജീവിക്കുന്ന ആളാണ്. ഇന്നും പാർട്ടിക്കാരാണ്. ഞങ്ങളുടെ പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു ആ പാർട്ടിക്ക് അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ തന്നെ മറ്റത്തൂരിൽ BJPയുമായി കൂട്ടുകൂടി കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് വീണ്ടും വെടിയുതിർക്കുന്നതാണെന്ന് LDF നേതാക്കൾ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കാനുള്ള BJPയുടെ ഗൂഢപദ്ധതിയുടെ പരീക്ഷണമാണ് മറ്റത്തൂരിൽ നടക്കുന്നത്. മറ്റത്തൂരിലെ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ LDF സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. MR രഞ്ജിത്ത്, PK കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR ഔസേപ്പ്, CC ബിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. MT രമേശ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യാത്ര തീരുമാനിച്ചതാണ്. പക്ഷേ യാത്ര അവർ നടത്തിയില്ല. വ്യാപകമായ കളർ പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ ബാന്ധവം ഞങ്ങൾ തുടരുമെന്നാണ് ആ യാത്ര മാറ്റിവെച്ചതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. ഇത് മറ്റത്തൂരിൽ മാത്രം സംഭവമല്ല, അത് കേരളമാകെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണെന്നാണ് വീണ്ടും പറയാനുള്ളത്. മറ്റത്തൂരിൽ BJP കോൺഗ്രസ് സഖ്യം വൈസ് പ്രസിഡന്റ് സ്ഥാനം വീണ്ടും നേടിയത് ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ജില്ലയിൽ പലയിടത്തും DCC നേതാക്കളുടെ നേതൃത്വത്തിൽ BJPയുമായി അവിശുദ്ധ സഖ്യമുണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. മാള, വലപ്പാട്, ഏങ്ങണ്ടിയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഇത് പ്രതിഫലിച്ചു. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പ്രതികരിക്കുന്നില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം.
ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. കുറ്റൂർ നെയ്തലക്കാവ് സ്വദേശി അരുൺ കൊലക്കേസിൽ കുറ്റക്കാരായ 2 പ്രതികൾക്കും ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. കാവുങ്ങൽ അക്രു എന്ന വിപിൻ, പെരിങ്ങാട് വീട്ടിൽ മുജു എന്ന സുമേഷ് എന്നിവരെയാണ് 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജി കെ കമനീഷ് ശിക്ഷിച്ചത്. 2010 കേസിനാസ്പദമായ സംഭവം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതികൾ അരുൺ എന്ന രഞ്ജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കുറ്റൂർ സുധാകരൻ കൊലക്കേസിനെ തുടർന്നുണ്ടായ പല കേസുകളിൽ അവസാനത്തേതാണ് അരുൺ കൊലപാതകം. സുധാകരന്റെ സഹോദരപുത്രനാണ് അരുൺ. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത് ഏപ്രിൽ 30 വരെ നീട്ടി RBI ഉത്തരവിറക്കി. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത്. കഴിഞ്ഞ ജൂലൈ 30 ബാങ്കിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. ഫെഡറൽ ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് രാജു S. നായരെയാണ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത്. അഡ്മിനിസ്ട്രേറ്ററെ സഹായിക്കുന്നതിന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ K. മോഹൻ എന്നിവരെ ഉപദേശക സമിതി അംഗങ്ങളായും RBI നിയമിച്ചിരുന്നു. സംസ്ഥാനത്തെ വലിയ അർബൻ ബാങ്കുകളിൽ ഒന്നാണ് ഇരിഞ്ഞാലക്കുട ITU ബാങ്ക്. ജില്ലയിൽ ചെറുതുരുത്തി മുതൽ കൊരട്ടി വരെ 19 ശാഖകളിലായി 44,000 നിക്ഷേപകരാണ് ബാങ്കിലുള്ളത്. മുള്ളൂർക്കര മണ്ഡലം കുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു. 72 വയസ്സുള്ള സരോജിനിയാണ് മരിച്ചത്. ജാനകി, ദേവകി എന്നിവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ വീടിന്റെ പുറത്ത് മൂവരെയും കാണാതിരുന്നതിനെ തുടർന്ന് സമീപവാസികൾ വന്ന് നോക്കിയപ്പോഴാണ് മൂവരെയും വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ വടക്കാഞ്ചേരിയിലെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇളയ സഹോദരി സരോജിനി മരിച്ചിരുന്നു. മറ്റ് 2 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ജീവിത നൈരാശ്യമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് അഭിനന്ദനം ലഭിച്ചത് വലിയ കാര്യമാണെന്ന് മന്ത്രി MB രാജേഷ്. പദ്ധതിയെ തുടക്കം മുതൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർക്കുള്ള മറുപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രശംസയെന്നും മന്ത്രി പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോൺഗ്രസും BJPയും ഈ പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും വസ്തുതകൾ വസ്തുതകളായി തന്നെ കാണണമെന്നും നല്ല കാര്യങ്ങൾ തള്ളിപ്പറയരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിന്റെ ഈ നേട്ടത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്തില്ലെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ദേശീയ മാതൃക എന്ന് പ്രശംസിച്ചതായി ദേശീയ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു. ഞാൻ ഇന്ന് രാവിലെ പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ ടെലിവിഷൻ ചാനലുകൾ കാണുകയുണ്ടായില്ല. പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന അത്തരമൊരു വാർത്ത കണ്ടതേയില്ല. നല്ല വാർത്ത ആയതുകൊണ്ടാണോ അറിയുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിദാരിദ്ര്യമുക്തമായി കേരളം പ്രഖ്യാപിച്ച ദിവസം പത്രസമ്മേളനം നടത്തി അധിക്ഷേപിച്ചത് ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണ്. സർക്കാർ ഇതുവരെ വസ്തുതകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്നും അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതിക്കെതിരെ തുടക്കം മുതലേ നിന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ പ്രതീക്ഷകളൊന്നുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ദേശീയ തലത്തിൽ സംസ്ഥാനത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോഴും കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിൽ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള മറുപടിയും ചില വിദഗ്ധർ എന്ന് അവകാശപ്പെടുന്നവർ രംഗത്ത് വന്നാൽ അവരുടെയും പ്രതികരണം അറിയാൻ താല്പര്യം. കേരളത്തിൽ നടക്കുന്ന നല്ലതിനെ എല്ലാത്തിനെയും ഇകഴ്ത്താൻ കണ്ണടച്ച് അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം എതിർക്കാൻ ശ്രമിക്കുന്നവർ
ഇത് കണ്ണ് തുറന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടെന്ന് അറിയില്ല. പക്ഷെ ജനങ്ങൾക്ക് കാണും. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളെല്ലാം വസ്തുതകൾ മാത്രമാണ്. ഞങ്ങൾ ഇല്ലാത്തത് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാറില്ല. വസ്തുതകൾ ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കപ്പെടും. ഇപ്പൊ അധികം വൈകാതെ തന്നെ അംഗീകരിക്കപ്പെട്ടു തുടങ്ങി. നിയമനങ്ങളിലെ റെക്കോർഡ് നേട്ടം 2016 ശേഷം ഇതുവരെ PSC വഴി 2949 നിയമനങ്ങളാണ് എക്സൈസ് വകുപ്പിൽ നടന്നത്. ആകെ 5600 പേരുള്ള സേനയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത്രയധികം നിയമനങ്ങൾ നടന്നത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. കുറ്റാന്വേഷണ മികവിലും എൻഫോഴ്സ്മെന്റിലും കേരളത്തിലെ എക്സൈസ് സേന രാജ്യത്തെ ഏറ്റവും മികച്ച നിലവാരത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു. സേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ വാഹനങ്ങൾ അനുവദിക്കുകയും സൈബർ വിങ്ങിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂരിൽ അതിഥി തൊഴിലാളികൾക്ക് HIV പരിശോധന നിർബന്ധമാക്കി ടെമ്പിൾ പോലീസ്. സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ HIV ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുവരുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ടെമ്പിൾ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ 1000-ലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് വിവരം. കെട്ടിട നിർമ്മാണ രംഗത്തും ഹോട്ടൽ മേഖലകളിലും ഇവർ സജീവമാണ്. ഏജന്റുമാർ മുഖേനയാണ് പ്രധാനമായും ഇവർ ജോലിക്ക് എത്തുന്നത്. ഏജന്റുമാർ തൊഴിലാളികളെ താലൂക്ക് ആശുപത്രികളിൽ പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C. പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. HIV ബാധിതരുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സെക്സ് വർക്കേഴ്സ് ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലും മറ്റും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികൾക്കിടയിലും ഇത്തരത്തിലുള്ള HIV-യുടെ വ്യാപനം അവരുടെ ഇടയിലും കൂടി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഇവിടെ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവിടെ അവരുടെ ക്യാമ്പുകൾ സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി കോൺട്രാസെപ്റ്റിക് മെറ്റീരിയൽസ് അത് വിതരണം ചെയ്ത് ഒരു ലൈംഗിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികളുമായിട്ട് ഗുരുവായൂർ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പദ്ധതികളിൽ നിന്നും സ്മാരകങ്ങളിൽ നിന്നും വെട്ടിമാറ്റാൻ ശ്രമിച്ചാലും ഓരോ ഭാരതീയനിലും ഗാന്ധിജി ഉയർത്തെഴുന്നേൽക്കുമെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. ഗാന്ധി ഇന്ത്യയുടെ ആത്മാവും ജനതയുടെ ആശ്രയവും പ്രതീക്ഷയുമാണെന്നും തേരമ്പിൽ കൂട്ടിച്ചേർത്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് DCC ഓഫീസിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, നേതാക്കളായ ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, KV ദാസൻ, KB ശശികുമാർ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊമ്പൻ ചോയ്സൺസ് ഗണപതി ചരിഞ്ഞു. 55 വയസ്സായിരുന്നു. ഊട്ടോളി പ്രസാദ് എന്നായിരുന്നു പഴയ പേര്. മാപ്രാണത്തെ ആനപ്പറമ്പിൽ എരണ്ടക്കെട്ടിനെ തുടർന്ന് 45 ദിവസത്തിലധികമായി ചികിത്സയിലായിരുന്നു. തൃശൂരിൽ അനധികൃത വിൽപ്പന നടത്തിയ മദ്യം എക്സൈസ് സംഘം പിടികൂടി. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ശിവരാമൻ ടീക്കടയുടെ മറവിലാണ് മദ്യം പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയിരുന്നത്. റെയ്ഡിനിടെ ഏകദേശം 6 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിവിധ ബ്രാൻഡുകളിലായി നിരവധി മദ്യക്കുപ്പികളും എക്സൈസ് സംഘം കണ്ടെടുത്തു. കട നടത്തിപ്പുകാരനായ ശിവരാമൻ എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടതായി അധികൃതർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് കടയിലെ സഹായി ആലത്തൂർ സ്വദേശി കണ്ണൻ എന്ന സുന്ദരനെ അറസ്റ്റ് ചെയ്തു. കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്നതായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എക്സൈസ് ഇൻസ്പെക്ടർ സുധീർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉമ്മർ VA എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. പ്രിവന്റീവ് ഓഫീസർമാരായ സിജോമോൻ, ലത്തീഫ്, മുജീബ്, ഷൈജു എന്നിവരും റെയ്ഡിൽ ഉണ്ടായിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളി.
പള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഗുരുവായൂർ തെക്കേനട ഔട്ടർ റിംഗ് റോഡിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ഭാര്യയ്ക്ക് ദാരുണാന്ത്യം. ചാവക്കാട് തെക്കഞ്ചേരി വിളിയംകോട് റഫീഖ് ഭാര്യ അജി എന്ന റുസീനയാണ് മരിച്ചത്. ഭർത്താവ് റഫീഖിനെ പരിക്കുകളോടെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടം. റോഡിൽ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ട പോലീസാണ് ആംബുലൻസ് വരുത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മണ്ണുത്തി ദേശീയപാതയിൽ 2 വ്യത്യസ്ത അപകടങ്ങളിൽ 6 പേർക്ക് പരിക്കേറ്റു. നടത്തറയിൽ ടൂറിസ്റ്റ് ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 5 വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്കേറ്റു. തമിഴ്നാട് ധർമ്മപുരിയിലെ ജയലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. നടത്തറ ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പൊന്നൂക്കര സ്വദേശി ഡിക്സനാണ് പരിക്കേറ്റത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. ലോറികൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്ത് നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സോഡാ ഗ്യാസ് സിലിണ്ടറുകളുമായി പോയിരുന്ന ലോറിയും കേച്ചേരിയിൽ നിന്ന് അക്കിക്കാവിലേക്ക് പോയിരുന്ന അരികയറ്റിയ ലോറിയുമാണ് ഇടിച്ചത്. ഗ്യാസ് സിലിണ്ടർ ലോറിയിലെ ഡ്രൈവർ പന്തല്ലൂർ എട്ടാംപുറം സ്വദേശി ജാസൻ, സഹായി ചൊവ്വന്നൂർ കല്ലായി സ്വദേശി ഡേവിഡ് എന്നിവർ വാഹനത്തിലെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങി. ചുമട്ട് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും തമ്മിൽ സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. രാവിലെ 7 മണി മുതലാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇതിന് തൊട്ടു മുൻപാണ് അപകടമുണ്ടായത്. സിഗ്നൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. സിഗ്നൽ സംവിധാനങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാക്കുമെന്നും റോഡിലെ 4 ഭാഗങ്ങളിലും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുമെന്നും AC മൊയ്തീൻ MLA അറിയിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനാവശ്യമായ നടപടികളൊന്നും ഇതുവരെയും റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ച കിഫ്ബിയും പൊതുമരാമത്ത് അധികൃതരും കൈക്കൊണ്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. രാജ്യത്ത് നടക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള BJPയുടെ കോർപ്പറേറ്റ് ഭരണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ മറിയം ധാവ്ളെ. വർഗീയതയ്ക്കെതിരെ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിജിയെ ഓർക്കാം, കേരളത്തെ കാക്കാം എന്ന മുദ്രാവാക്യമുയർത്തി തൃശൂരിൽ നടന്ന ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മറിയം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ നിയമങ്ങൾ പോലും കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സാധാരണക്കാരുടെ ഭൂമിയും തൊഴിലിടങ്ങളും ഇല്ലാതാക്കി രാജ്യം അദാനിക്കും അംബാനിക്കും തീരെഴുതി നൽകുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ വരെ കോർപ്പറേറ്റുകൾക്കായി ബുൾഡോസർ രാജാണ് നടക്കുന്നത് എന്നും അവർ ആരോപിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സോന കെ കരീം അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, SFI ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് TK ഗിരിജ, KB സുധ, ഗ്രീഷ്മ അജയ് ഘോഷ്, KS സെന്തിൽകുമാർ എന്നിവർ പങ്കെടുത്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, SFI എന്നിവയുടെ നേതൃത്വത്തിലാണ് ബഹുജന സംഗമം സംഘടിപ്പിച്ചത്. Today every Indian citizen in this country has to decide. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചു. പരിക്കേറ്റ തൃശൂർ എൽത്തുരുത്ത് സ്വദേശി കൊമ്പൻ വീട്ടിൽ ജിൽഫിനെ ആക്ട്സ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യാന്തര നാടകോത്സവത്തിന്റെ 6ാം ദിനം അരങ്ങേറിയ അസമിൽ നിന്നുള്ള ഖുലാങ് ബുർഹി ശ്രദ്ധ നേടി. അസമിലെ ആദിവാസി സമൂഹമായ തെങ്കൽ കജാരി ജനതയുടെ ജീവിതവും പോരാട്ടവീര്യവുമാണ് നാടകത്തിന്റെ പ്രമേയം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ നേർചിത്രമായിരുന്നു ഈ നാടകം. സിമന്ത ഫുക്കൻ ആണ് നാടകം സംവിധാനം ചെയ്തത്.
ഇറ്റ്ഫോക്കിൽ 2 അവതരണങ്ങളാണ് നാടകത്തിന് ഉണ്ടായിരുന്നത്. മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് E.A. ജോസഫ് നടത്തുന്ന 108 മണിക്കൂർ ഉപവാസ സത്യാഗ്രഹം തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ആരംഭിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഉപവാസ സമരം ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് സമാപിക്കും. സമാപന സമ്മേളനം മുൻമന്ത്രി VC കബീർ ഉദ്ഘാടനം ചെയ്യും. പാറമേക്കാവ് ക്ഷേത്രോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. പൂരം എക്സിബിഷൻ കമ്മിറ്റി സെക്രട്ടറി K. ദിലീപ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ സർഗവനിത തൃശൂർ ജില്ലാ സമ്മേളനം ജവഹർ ബാലഭവനിൽ നടന്നു. സർഗവനിത സംസ്ഥാന പ്രസിഡന്റ് C. രമാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രസന്ന ബാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷീലാമണി, വൈസ് പ്രസിഡന്റ് മല്ലികാദേവൻ, അജിത നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. പൗരസ്ത്യ ഭാഷാ അധ്യാപക സംഘടനയുടെ 78ാമത് സംസ്ഥാന വാർഷിക സമ്മേളനം തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്നു. P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സാംസ്കാരിക പ്രതിഭാ സംഗമം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. മുള്ളൂർക്കര ആറ്റൂരിൽ വയോധികനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റൂർ സ്വദേശി വണ്ടിപ്പറമ്പിൽ 62 വയസ്സുള്ള ഉസ്മാനാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ വലയിൽ കുടുങ്ങിയ അണലിപ്പാമ്പുകളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ സ്നേക്ക് റെസ്ക്യൂവർക്ക് പാമ്പിന്റെ കടിയേറ്റു. അഴീക്കോട് സ്വദേശി താഹിറിനാണ് കടിയേറ്റത്. ഇയാളെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താഹിർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. എറിയാട് MIT സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,640 രൂപ, പവന് 1,25,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് ജീവനൊടുക്കി. ബംഗളൂരുവിൽ ഇൻകം ടാക്സ് റെയ്ഡിനിടെ സ്വയം വെടിയുതിർക്കുകയായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം മിനിമോൾ പുതിയ വൈസ് പ്രസിഡന്റ്. BJP കോൺഗ്രസ് സഖ്യം വൈസ് പ്രസിഡന്റ് സ്ഥാനം വീണ്ടും നേടിയത് ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കുറ്റൂർ നെയ്തലക്കാവ് സ്വദേശി അരുൺ വധക്കേസ്. പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത് ഏപ്രിൽ 30 വരെ നീട്ടി RBI ഉത്തരവിറക്കി. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത്. മുള്ളൂർക്കര മണ്ഡലം കുന്നിൽ കൂട്ട ആത്മഹത്യാ ശ്രമം. വിഷം കഴിച്ച വയോധികരായ 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു.
പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണെന്ന് മന്ത്രി എം ബി രാജേഷ്. വസ്തുതകൾ കാണണമെന്നും മന്ത്രി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.